സഹൃദയരെ ഭക്ഷണ വിശ്വാസികളെ, റോഡിൽ കണ്ട ഏതെങ്കിലും ഒരു ബേക്കറി കയറി ഒരു ക്രീം കേക്ക് വാങ്ങിച്ചു നിന്നിട്ട് ഓടെ കിടന്ന് ഉറങ്ങണ കാണാം. കണ്ടാലേറിയ ഈ കേക്കിന് വേണ്ടി ഇവിടെ കാര്യമായിട്ട് ക്യൂ നടക്കുന്നുണ്ട്. ഒരേ ചുരിദാർ 9 മാസം ഇടുന്ന ഒരു നാട്ടിലാണല്ലോ ഇത്തരം പ്രതിഭാസമെങ്കിൽ ഇന്ത്യയിൽ ഇല്ലെന്ന് പറയാനും പറ്റില്ല. കണ്ടോ, അദ്ദേഹം 5 വിരലും പതിപ്പിച്ച് ബ്രാൻഡിങ് ചെയ്യാണ്. ആരുടെ നീ പുഷ്പേ മുതുകത്ത് വിരലടിച്ച് ബ്രാൻഡ് ചെയ്യാൻ? ഈ കേക്ക് എങ്ങാണ് അന്നുണ്ടായിരുന്നെങ്കിൽ അത് തിന്നിട്ട് പോയിരുന്നെങ്കിൽ നോഹയുടെ പേടകത്തിൽ നിന്നും പിടിച്ച് പുറത്താക്കിയെന്നെ. തെർമോക്കോൾ ഉരുക്കിയിട്ട് പഞ്ചാര കലക്കിയത്. അതവിടെ നിക്കട്ടെ, ഇത് നോക്ക്. ഇതിങ് ഇവിടെയാണ് സൗത്ത് ഇന്ത്യയിൽ. ചൂണ്ടുവിരളി മഹാവിഷ്ണുവിന് സുദർശന ചക്രം, മഹാശിവൻ ചൂണ്ടാറില്ല, മഹാശിവൻ തൃക്കണ്ണാണ്. എന്നാൽ ഈ അണ്ണന് ചൂണ്ടു വിരലിൽ ചുണ്ണാപ്പാപ്പം. വിരലിൽ ഇത് ഉണ്ടാക്കി വെച്ചിട്ട് തറയിൽ വെക്കൂലേ, വിരളം കൊണ്ട് പോകുമ്പോൾ പുറകെ കിടക്കും ആൾക്കാർ. ഞാനൊക്കെ ഒരു കേക്ക് കിട്ടി ആദ്യം എന്റെ മോളിരിക്കണ പൂവാണ് എടുത്തിരണം. നടുവിരലിൽ കടഞ്ഞെടുത്ത പുഷ്പം, ഇത് അവന്റെ പൂന്തോട്ടത്തിൽ ആദ്യത്തെ പുഷ്പം. ഇനി ഉണ്ടാക്കാൻ കിടക്കുന്നുണ്ടല്ലോ, എത്ര കഷ്ടം. അവന്റെ കാരണവന്മാർ പഠിപ്പിച്ച മുജ്ജന്മ കുഷ്ഠം. ഇനിയാണ് നടക്കാൻ പോകുന്നത് കുടൽ തറവാട്ടിൽ അരുങ്കൊല. ഇത് തേൻമുട്ടായി ഉണ്ടാക്കണം എന്റെ 2ാമത്തെ വീഡിയോ ആണ്. 1ാമത്തെ വീഡിയോ കൊണ്ട് തേൻമുട്ടയെ ഉപേക്ഷിച്ചോടെ ശവപ്പെട്ടിയിലെ സൂപ്പർ ഗ്ലൂ ആണ് ഈ വീഡിയോ. പ്രോബബ്ലി ഇത് സൗത്ത് സൈഡ് ആവാനാണ് സാധ്യത. എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ട് മാത്രം ഞാൻ വായിട്ടലക്കും. ഉരുട്ടിയും കുഴച്ചും ചവിട്ടിയും മെതിച്ചൊക്കെ ഉണ്ടാക്കുന്ന ഈ സാധനം നമ്മളെ കുട്ടിക്കാലത്തെ കുന്തലിപ്പിന്റെ കുതിര പവനായിരുന്നല്ലേ. ഇത് ഇത്രയ്ക്കും അൺഹൈജീനിക് ആയിട്ടാണ് ഉണ്ടാക്കണമെന്ന് അറിഞ്ഞപ്പോൾ എന്റെ മാനസിക സമ്മർദ്ദം മറിയാന ട്രജിന്റെ അടിയിൽ പോലും കാണൂല. ഒരു തലക്കകത്ത് 4 തലച്ചോറുള്ള ആരെയോ ബുദ്ധിയാണെന്ന് തോന്നുന്നു. മുട്ടയുടെ ട്രേ ആണെങ്കിൽ അത് വളരെ സമർത്ഥമായി ഉപയോഗിച്ചിരിക്കുന്നു. കുക്കറിന്റെ വള്ളി നേരെ ചൊവ്വ കെട്ട അറിഞ്ഞിടത്ത പ്രായത്തിൽ തുടങ്ങിയതാണ്. ഇപ്പോൾ പല്ലിന്റെ സ്ഥാനത്ത് പുഴു ഇരുന്ന് ചിരിക്കണേന്ന്. എന്നിട്ട് ഈ സാധനം തിന്നണത് നിർത്താൻ പറ്റില്ല. ഇനി എങ്ങനെ തിന്നും? എനിക്ക് റംബുട്ടാന്റെ വലിപ്പത്തിലുള്ള ബാക്ടീരിയയൊക്കെ എനിക്ക് ഇതിനകത്തിരിക്കണം. അതിനൊക്കെ നമ്മൾ തിന്നുണ്ടായിരിക്കുമല്ലേ. ഇതെങ്ങനെ തിന്നാതിരിക്കും എന്ന് എനിക്ക് അറിയാൻ പറ്റത്. ആമാശ അടുക്കള ഭാഗത്ത് ഊരി വെക്കാനുള്ള ടെക്നോളജികൾ ഉണ്ടെങ്കിൽ അത് ഊരി വെച്ചിട്ട് ഇത് വായിലിട്ട് ചവച്ചിട്ട് ഏതെങ്കിലും എടുക്കണം എനിക്ക്. ആ തറയിൽ വിരിച്ചിരിക്കണ കറുത്ത ഷീറ്റ് ഇത് കഴിയുമ്പോൾ ഇവരിഞ്ഞ് ചാണാൻ വരാനും കൊണ്ടുപോയിരിക്കും. ഹൈജീൻ ഈസ് നോട്ട് എ പ്രോമിസ്. അങ്ങനെ നിങ്ങൾ കേട്ടില്ലേ? അല്ല, അതങ്ങനെയല്ല. അതിന്റെ ശരിയായത് അറിയാൻ മറക്കെങ്കിലും. സഹൃദയരെ ഭക്ഷണ വിശ്വാസികളെ, ഒരാളൊരു നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനെ അഭിനന്ദിക്കാൻ പഠിക്കണടാ. ക്ലോസറ്റ് കഴിയുന്ന ബ്രഷുകൾ ഉണ്ടായിരുന്ന ആ പാത്രം എത്ര വൃത്തിയായി കഴിവേനെ. അല്ലെങ്കിലും ട്രെയിനിൽ കിട്ടുന്ന ഭായിമാരുടെ അണ്ടാ ബിരിയാണിയുടെയും ഗരം ചായയുടെയും ടേസ്റ്റ് അതൊന്നും വേറെ തന്നെയാണ്. അല്ല, ഇത്ര വൃത്തിയുള്ള ക്ലോസറ്റ് ഏത് ട്രെയിനിൽ? എന്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങൾ എന്നോട് ക്ഷമിക്കുവിൻ. ഈ പഞ്ചവരാഗത്തെ പ്രശംസിച്ചില്ല എങ്കിൽ ഞാൻ എന്തിന്? നിങ്ങൾ ഇവന്റെ മുഖം ഓർത്ത് വെച്ചോ. സിനിമാ തിയേറ്ററിൽ പോകുമ്പോൾ നിങ്ങൾ കാണൂല ആ ക്യാൻസറിന്റെ പരസ്യം. അതിൽ ആ മാമ മരിച്ച് ഇനി അടുത്തത് ഇവനായിരിക്കും. നോക്കിക്കോ. നിനക്ക് വന്ന് കുട്ടികളും മക്കളൊന്നും ഇല്ലടാ കുമിൾമോറ. ബംഗാളി ബീഡിയും പച്ചമുളകും സാലനും. ഈ ലോകത്ത് എന്തോ വലുത് വരാനിരിക്കുന്നു. ദജ്ജാൽ പുറപ്പെടും മുന്നിയുള്ള ലക്ഷണങ്ങളാണ് ഇതൊക്കെ. ഇത് ഏത് കടലിൽ നിന്ന് വലയെറിഞ്ഞ് ഇത്രയും ബീഡിയെ നീ പിടിച്ച? കാജ ബീഡി തിന്നും രാജയ്ക്കിന്ന് ചോര പൂക്കളിട്ട് പൂജ. കാട്ടിക്കൂട്ടലല്ല നോട്ടം, ഇന്ന് വേണം കോട്ടം തട്ടാത്ത നേട്ടം. നാട്ടിൽ മാട്ട പേരിട്ടോരിന്ന് അണ്ണന്റെ ഫോട്ടോ പിടിക്കാൻ നെട്ടോട്ടം. വീട്ടിൽ കയറി ചെല്ലാൻ വയ്യിപ്പ തോട്ടിൻ കരയിലാണ് വാസം. കുപ്രസിദ്ധിയിൽ കുളിച്ചണ്ണൻ ഇപ്പൊ കോട്ടുമിട്ട് കാടോട്ടം. സുഹൃത്തുക്കൾ, ഇന്ത്യ ഒരു ഒറ്റ രാജ്യമല്ല. പല വ്യത്യസ്ത ഭാഷ, സംസ്കാര, സ്വഭാവ സവിശേഷതകളുമായി യോജിച്ചു നിൽക്കുന്ന ഒരു പ്രദേശമാണ്. നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അതാണ് സത്യം. പക്ഷേ എവനെയൊക്കെ എങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൂടെ നിർത്തും? വയ്യെനിക്ക് ഞാൻ പോണ്. സഹൃദയരെ ഭക്ഷണ വിശ്വാസികളെ, ആത്മാവടച്ചൊന്ന് നോക്കിയാണ് ഗാന്ധിജിയുടെ ചായ എവിടെയോ ചോർന്ന് വീണിട്ടില്ലേ? ചിലർക്കെങ്കിലും ഇത് എന്താണെന്ന് പിടികിട്ടി കാണും. ഇത് പഞ്ചാര മിഠായിയാണ്. അങ്ങ് വടക്കേ ഇന്ത്യയിലും മാത്രമല്ല, ഇങ്ങ് മലബാറിലും ഇത് ലഭ്യമാണ്. ഒരു സാധു മനുഷ്യന്റെ ജീവിത മാർഗത്തെ പരിഹസിക്കുന്ന നീചനല്ല ഞാൻ. കൈമാറ്റം ചെയ്തു വന്ന അറിവിൽ എവിടെയും കയ്യിലും ഒരു കവറിടണം എന്ന് പറഞ്ഞിട്ടില്ല. കുയിലും കൂമ്പാരിയും കുറുകെ നടക്കുന്ന കുതിരയും വരെ കരങ്ങളിൽ വിരിക്കുന്ന കലാകാരനാണ് അദ്ദേഹം. കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും കുറുക്കി കുടഞ്ഞ കയ്യിൽ കലക്കി കളഞ്ഞിട്ടില്ല ഒരു കറയും എന്ന് വിശ്വസിക്കാം. പരസ്യം പതിക്കാത്ത ചുമരിന് കീഴെ പൈശാചികത്വം ചെയ്തില്ല എന്ന് ആശ്വസിക്കാം. കുട്ടികളാണ് കൂടുതലും കഴിക്കാറ്. കുട്ടികളെ കാര്യത്തിൽ കോംപ്രമൈസ് പാടില്ലെന്നാണ് കേൾവി. അതിമനോഹരമായി പൂവുണ്ടാക്കിയാൽ ഇതൾ നുള്ളാൻ ആർക്കാണ് തോന്നുക? തെരുവിൽ വിരിഞ്ഞ ഈ പുഷ്പം കഴിച്ചവർക്ക് മധുരവും ഒപ്പം മനസമാധാനവും ഉണ്ടാകട്ടെ. അപ്പൊ ശരി, വീണ്ടും കാണാം. സഹൃദയരെ ഭക്ഷണ വിശ്വാസികളെ, അണ്ണ ഒരു ചായ എന്നാ പിടിച്ചോ? ചൂട് ചായ എടുത്ത് മോണ്ടയിൽ ഒഴിച്ചു തരും. എന്തിനാ നീ ചായ നിർത്തി? നീ ആസിഡ് കോരി ഒഴിയടാ. ചായ ആയിരിക്കില്ല, സോളിഡ് CO2 ആയിരിക്കും. അണ്ണൻ സയൻസ് വെച്ച് ചായ ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ അവരാധിക്കണം. ദേഷ്യം വന്ന് ആരും എന്റെ തള്ളക്കി വിളിക്കണ്ട. നമുക്ക് എല്ലാവർക്കും കൂടെ ചെന്ന് ചൂട് മൂത്രം തലക്ക് വെച്ച് പ്രതിഷേധിക്കുക. എന്ത് പറയുന്നു? പിന്നെ ഇത് ഇടക്കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു ആചാരമാണ്. ഇപ്പൊ ആവശ്യക്കാരെ അണഞ്ഞ കാരണം അത്രയ്ക്ക് അങ്ങോട്ട് കാണാനില്ല. അന്നൊക്കെ ഇങ്ങനെ കുലുക്കാൻ പഠിക്കണമെങ്കിൽ പ്രത്യേക കോഴ്സ് വല്ല ഉണ്ടോ എന്ന് വരെ ഞാൻ ഡൗട്ട് അടിച്ച് പോയിട്ടുണ്ട്. ഈ പണിക്കേറാൻ ക്യൂ നിന്ന് ബംഗാളികളൊക്കെ ഇപ്പൊ ഹാപ്പി എൻഡിങ്ങും ചെയ്യുന്നുണ്ടെന്നാണ് അറിയാൻ പറ്റിയ. ഇങ്ങനെയൊക്കെ കുലുക്കാൻ പഠിച്ച പിന്നെ കല്യാണം പോലും കഴിക്കാൻ തോന്നില്ലെന്നൊരു ചൊല്ലുണ്ടായിരുന്നേ. അത് എനിവേ ഗൈസ്, ഈ കുലുക്കി സിറബത്തിൽ നിങ്ങളുടെ ഫേവറേറ്റ് കുലുക്കി ഏതായിരുന്നു? എനിക്ക് പച്ചമാങ്ങ ചില്ലിയായിരുന്നു ഇഷ്ടം. ഒരു നല്ല ബിരിയാണിയും കഴിച്ചൊരു പച്ചമാങ്ങ കുലുക്കിയും കൂടെ അടിച്ച വയറിനകത്തൊരു കുംഭമേളമായിരുന്നു. സൂപ്പർ ഫാസ്റ്റ് കയറി കുലുക്കി
ഉടുക്കി എറണാകുളത്ത് പോയ കൂട്ടുകാരന്മാര് വരെ എനിക്കുണ്ടായിരുന്നു. ഇപ്പൊ അവനൊക്കെ കൊച്ചിന് കൂരവ് കുലുക്കി കൊടുക്കണം. ഇങ്ങനെയൊക്കെ കുലുക്കുമ്പോ തെറിച്ച് വീണ് അവന്റെ കയ്യിൽ നിന്ന് പൊട്ടണെന്നുള്ള ചിന്തയായിരുന്നു എനിക്ക്. ഞാൻ എത്ര ക്രൂരനല്ലേ. സുഹൃതീരി ഭക്ഷണ വിശ്വാസികളെ, ഇതാണ് പാദരാജൻ, ആസനവീരന്റെ അനിയൻ. ജന്മനാ കർമ്മികളും ഗുണസിദ്ധി പ്രാപിച്ചവരുമാണ്. ആഹാരത്തെ അവർ ആചാരമായാണ് കാണുന്നത്. അതിനാൽ കാലുകൊണ്ട് തൊഴുതാണ് പ്രവർത്തനം. യാരിനീ തേവട മഹാബലിയ വാമനന്റെ തല ചവിട്ടി താഴ്ത്തണ്. അനുദിനം ഡൊമക്സും ഗോമൂത്രവും കൊണ്ട് സപ്തകൃമി പുണ്യം വരിച്ച തറയിൽ ഒരിക്കലും അശുദ്ധിയില്ല. ഇവിടെ താണ്ടൊരുത്തൻ ആത്മീയ പേടകത്തിന് ചിറകുണ്ടാക്കണ്. ആവശ്യക്കാർക്കായിരുന്ന അമൃത് കുഴക്കണ്. ഗുജറാത്തി ഡിഷാണ്. അവരെന്തേലും ചെയ്യട്ടെ ചന്നാബന്ന സാമി. മക്കളെ, ഇത് വന്ന് തമിഴ് ഊരിൽ നടന്നൊരു പ്രശ്നോ. എന്നാ എന്താ പ്രശ്നോ? അന്ത ബിസ്ക്കറ്റ് ഇറക്കല്ലേ, அதுக்குள்ளேந்து குண்ட குண்டமா புழுவை கிடைச்சிருச்சா. எக்ஸ்பயர் டேட் கூட ஆகல. ஆனா அந்த புழு மாமா எப்படி வந்துருச்சுன்னு தெரியாது. குழந்தைகளுக்கு இந்த மாதிரி ஏதாவது വാങ്ങി കൊടുക്കുമ്പോൾ கொஞ்சம் பார்த்து பண்ணுங்க. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ കാണുന്നുണ്ടല്ലേ, കാണാതെ എത്ര പുഴുവിനൊക്കെ നമ്മൾ തിന്നിട്ടുണ്ടായിരിക്കും. എന്നിരുന്നാലും എക്സ്പയർ ഡേറ്റ് കഴിയാത്ത സാധനത്തിനകത്തൊരു പുഴു വരുന്നത് അബ്നോർമൽ അല്ലേ. എനിവേ ഗൈസ്, ഇന്നത്തേക്ക് ഇത് മതി. നമ്മൾ അടുത്തൊരു വീഡിയോയുമായി ഇനിയും കാണും. ബൈ. സുഹൃതേ ഭക്ഷണ വിശ്വാസികളെ, മൂന്നാറിന്റെ തണുപ്പിൽ പ്രസവിക്കാൻ നിന്ന പശുവിന്റെ ഗർഭപാത്രം ചെത്തി അതിന്റെ ജീവനോടെ കുഴിച്ചിട്ട് ചാബിള്ളയെ പുറത്തെടുത്ത് കറി വെച്ച് അണ്ണാക്കി തള്ളുന്ന ഒരു ക്രൂരൻ. കമോൺ മഗേഷ്, യു ക്യാൻ ഡു ഇറ്റ്. ഹ്യൂമൻ സിസ്റ്റത്തിലേക്ക് ഒരു തണുത്ത സോഡ ഒഴിച്ച് വീത്തി ചൂടായി നിൽക്കുന്ന ഓർഗൻസിനെ തണുപ്പിക്കാൻ ഈ ഭക്ഷണം വേണം. കാട്ടിലെ മറ്റെല്ലാ ജീവികളെക്കാളും അശക്തനായ മനുഷ്യന്റെ കയ്യിൽ ഒരു കുന്തം കൊടുത്തവൻ ആര്? കഴിവ് കൂടാൻ കാരണമായ ആ പ്രക്രിയ ഇന്ന് കൊണ്ടെത്തിച്ചത് കൊന്നു തള്ളുന്ന കുഞ്ഞുങ്ങളെ പോലും. സുഹൃത്തെ, വിയറ്റ്നാമിലൊരു വീട്ടിലിരുന്ന് നീത് ചെയ്യുമ്പോ അങ്ങ് വടക്കേന്ത്യയിൽ നിനക്ക് ശത്രുക്കൾ കൂടുന്നത് നീ അറിയുന്നുണ്ടോ? മാതേ, മഹാപാപമല്ലേ ഇവൻ ഈ ചെയ്യുന്നത്? ഗോ മാതാവിത് പൊറുക്കുമോ? ഞാനൊന്ന് ഓർമ്മിപ്പിക്കട്ടെ കൂട്ടുകാരെ, ചേരയെ തിന്നുന്ന നാട്ടിൽ ചെല്ലുമ്പോ നടുകണ്ടം തിന്നണമെന്ന ചൊല്ലങ്ങ് ചൈനയെന്നുണ്ടായപ്പോ ചാബിള്ളയെ ചവയ്ക്കുമ്പോ ചിരിക്കണമെന്ന ചൊല്ലിങ് വിയറ്റ്നാമിൽ നിന്നും ഉണ്ടായി. ഭക്ഷണ വിശ്വാസികളെ, സാധാരണ ചവറ്റൂട്ടയ്ക്കകത്ത് തലയിടുന്ന പട്ടികളാണ്. പാവങ്ങൾക്ക് വേറെ വഴിയില്ലല്ല. ബാക്ടീരിയ നെറ്റ്വർക്കിന്റെ സിഇഒ ആണ് ഇവൻ. ഇവന്റെ ന്യൂക്ലിയസിന് ചുറ്റും നാരത്തരയോട് ചുറ്റിയിരിക്കണം. ഇന്നിത് ഏറ്റവും ഡിമാൻഡുള്ള കണ്ടന്റ്. അതിനത്രയ്ക്ക് ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ച് പറ്റാനുള്ള കഴിവ്. ഒരു മറ്റിടത്തെ യൂണിവേഴ്സൽ ക്യാമറ കണ്ടുപിടിച്ചവൻ കരയുമ്പോ ഇൻസ്റ്റാഗ്രാം കണ്ടുപിടിച്ചവൻ ചിരിക്കുന്നു. ആരെങ്കിലും സാത്താനിക് വേഴ്സസ് എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ ഇതാണ് സാത്താനിക് വീഡിയോ. ഇവന്റെ സംസ്കാരം ശവ സംസ്കാരം, ഇവന്റെ സംസാരം ക്ഷണ സംസാരം. ഇവനോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഏലക്ക വായിലിട്ട് ചവയ്ക്കണം. ഇവനെ കണ്ടാൽ നമ്മൾ കുളിച്ചിരിക്കണം. ഇവന്റെ ആഹാരം മേടിച്ച് ഇന്ന് ആത്മഹത്യ കത്ത് എഴുതി വെച്ചിരിക്കണം. ഇവന്റെ കൂടെ കിടന്നുറങ്ങാൻ അല്ല, ഇവന്റെ കൂടെ ആരായിരുന്നു ഉറങ്ങാൻ? ഇടത്തരം വൃത്തികെട്ടവന്മാരെ ഞാൻ പല നാട്ടിലും കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതുപോലൊരു മുഴുത്ത വൃത്തികെട്ടൻ ഇത് ആദ്യമായിട്ടാണ്. മതി, ഇനി ഞാൻ എന്റെ ആത്മാവിനെ ഒന്ന് അലക്കാനിട്ടിട്ട് വരട്ടെ. ഓ, എന്തോന്നിത് അശുദ്ധി ആൾമാറാട്ടം നടത്തി വന്നിരിക്കണം അങ്ങനെ. സുഹൃതേര് ഭക്ഷണ വിശ്വാസികളെ, ഉപ്പിന് മധുരം പോരാ എന്നുള്ള കംപ്ലൈന്റ് പോലെയാണ് റെയിൽവേ ഫുഡിന് വൃത്തി പോരാന്ന് പരാതി പറയണം. എവിടെ ചിന്തിക്കുന്നുവോ അവിടെ ശൗചാലയം പണിയും. ഇനി എവിടെയും ചിന്തിച്ചില്ലെങ്കിലോ വല്ല പറമ്പിലും പോവും. അല്ല, അതുകൊണ്ട് ഇത് ബന്ധമൊന്നുമില്ല. രണ്ടുപേരും ഇരുന്നങ്ങ് മൂക്കത്ത് വിരലിട്ട് തുരങ്കം നിർമ്മിക്കുകയാണ്. എന്തിനാ ട്രെയിൻ അതിനകത്തൂടെ കയറ്റി വിടാനാണോ? വിരലിട്ട് കറക്കിയപ്പോ കിട്ടിയ വിത്ത് 10-1 വീതം ഇട്ട് ബിരിയാണിയിലും ചായയിലും കൊടുക്കും. കുടിച്ചവരും കഴിച്ചവരും മനസ്സിൽ ആത്മഗദ്ഗതം ചെയ്യും. ഉഗ്രൻ. എന്നാ നീ മൂക്കളൊക്കെ ഹൈവേയുടെ പണി നടക്കുന്ന സ്ഥലത്തുകൊണ്ട് വേടാ. അവന്മാർ ഡ്രില്ലിംഗ് മെഷീൻ വെച്ച് അടിച്ചു തരും മൂക്കിൽ. എവ എന്തോന്നത് മൂക്കിനകത്ത് കിണർ കുത്തണ. ഇത്രയ്ക്ക് തോണ്ടാനത് എന്തോന്നും വല്ല മുതലേം കയറിയിരിക്കണം. പ്രിസിഷൻ, പെർഫെക്ഷൻ, പണ്ടാരടങ്ങേഷൻ, ഇത് മൂന്നിന്റെയും പെർഫെക്ഷൻ. അതാണ് സ്ട്രീറ്റ് വെൻഡേഴ്സ് ഫ്രം ഉത്തരേന്ത്യൻ. കൊണ്ട ഓട കലങ്ങാതെ അതിനുള്ളിലെ ഉണ്ണികളുടെ ഉറക്കം കളയാതെ ഒലിപ്പ് തടയാതെ ഒലിച്ചു പോയ വെള്ളത്തെ ഉപകാരപ്രദമാക്കാൻ ഒരു ഒടിയം വന്ന് ഒടിവെക്കുന്നത് കാണുന്നുണ്ടോ? ഓടവെള്ളം കൊണ്ട് പാത്രം കഴുകി ഓക്കാനം കൊണ്ട് ഓംലെറ്റ് അടിച്ചു തരുന്ന നമ്മുടെ അതിഥി ദേവോ കട്ടപ്പുക.